ഏപ്രിൽ 15 വിശുദ്ധ പാറ്റേണസ്. ജനനം 482 വർഷം ഫ്രാൻസിൽ. മരണം 565 568. ബിഷപ്പ്, സന്യാസി, വിഖ്യാത പ്രഭാഷകൻ എന്നീ നിലകളിൽ വെയിൽസിലെ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനിയാണ് പാറ്റേണസ്. അദ്ദേഹം പാഡേൺ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടാനിയയിൽ പട്രാൻ, ഗ്വെൻ ദമ്പതികളുടെ മകനായാണ് പാറ്റേണസ് ജനിച്ചത്. ഭാര്യ ഗ്വെന്നിൻ്റെ അനുവാദത്തോടെ പട്രാൻ അയർലൻഡിൽ ഒരു സന്യാസിയായി ജീവിച്ചു. മകനെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയ മാതാവ് അവനെയും പിതാവിൻ്റെ വഴി അനുഗമിക്കുവാൻ അനുവദിച്ചു. വെയിൽസിലേക്ക് താമസം മാറിയ പാറ്റേണസ് സ്വയം സന്യാസിയായി ജീവിച്ചു. വെൽഷിലെ മഹാന്മാരായ വിശുദ്ധരെ കണ്ടുമുട്ടിയ പാറ്റേണസ് അവരിൽ നിന്ന് എളിമയോടെ പഠിക്കുകയും ഏകാഗിയായി കഴിയാതെ ഒരു ആശ്രമം ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കാർഡിഗൺഷെയറിൽ ആരംഭിച്ച ആശ്രമം മഹാനായ പാറ്റേണൻസിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന ലാനബാർൺ ആശ്രമം ആരംഭിച്ചു. 120-ലധികം സന്യാസിമാർ അംഗങ്ങളായപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ബിഷപ്പായി. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാഷണ്ഡികൾക്കുമെതിരായി ശക്തമായി പ്രസംഗിച്ച ബിഷപ്പ് പാറ്റേണസ് അനേകം ആളുകൾ മതപരിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് തടയുവാൻ കാരണമായി. അവർ ക്രിസ്തുവിനെ അറിയുകയും സമാന സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സഭാവിരുദ്ധരിൽ നിന്നകന്ന് കത്തോലിക്ക സഭയോടും മാർപ്പാപ്പയോടും ഐക്യദാർഢ്യമുള്ളവരായി മാറി. അങ്ങനെയിരിക്കെ ഒരു നാൾ പാറ്റേണസ് രാജകീയ നിധി മോഷ്ടിച്ചുവെന്ന് കുറ്റാരോപിതനായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ തെളിച്ചുമറിയുന്ന വെള്ളത്തിൽ തൻ്റെ കൈകൾ മുക്കിപ്പൊക്കിയപ്പോൾ കേടുപാടുകൾ കാണാത്തതിനാൽ ലജ്ജിതനായി രാജാവ് അദ്ദേഹത്തെ വ്യാജ പരാതിയിൽ നിന്ന് ഒഴിവാക്കി. പ്രസംഗത്തിനും ജീവകാരുണ്യത്തിനും പ്രശസ്തനായിരുന്ന വിശുദ്ധ പാറ്റേണസ് പ്രയാധിക്യം മൂലം 565 568 നിര്യാതനായി. വചനം ഒബാദിയ 1-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളുമായ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. അഗ്നിശോധന ചെയ്യപ്പെട്ടാലും സത്യം കൈവെടിയരുത്. ജീവിത സൗകര്യമോ ജോലിയോ വിദ്യാഭ്യാസമോ എന്തുമാകട്ടെ, ഉയരം കൂടുന്തോറും എളിമ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം.